Children, obey your parents in the Lord, for this is right. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൽപ്പനയാണ്. നമ്മുടെ പേരൻസിനെ നമ്മൾ ഒബേ ചെയ്യണം. നമ്മുടെ പേരൻസിനെ അനുസരിക്കണം. നമുക്ക് വേറൊരു കൽപ്പനയും കൂടെ നമുക്ക് വായിക്കാം. John 13:34. A new command I give you, love one another as I have loved you. So you must love one another. ഇവിടെ ദൈവം നമുക്ക് പുതിയൊരു കൽപ്പന തരുവാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ച പോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കണം. ഇത് നമുക്ക് ദൈവം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൽപ്പനകളാണ്. പിന്നെ നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ നോക്കുമ്പോൾ നമുക്ക് 10 കൽപ്പന 10 കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കൽപ്പനകൾ. അങ്ങനെ ഒത്തിരി കൽപ്പനകൾ, ഒത്തിരി ഇൻസ്ട്രക്ഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൈബിളിൽ ഈ അനുസരണയെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. John 14:15. If you love me, keep my commandments. ഇവിടെ ദൈവം പറയുന്നത് വെച്ചാൽ നമുക്ക് ദൈവത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻസ്, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. നമുക്ക് ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് സ്നേഹം നമ്മൾ കെയറിങ്നെസ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേറൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഒന്ന് ശമൂവേൽ 15:7. ഇവിടെ ശമൂവേൽ സംസാരിക്കുകയാണ്. But Samuel replied, "Thus the Lord delights in burnt offerings and sacrifices, as much as in obeying the Lord. To obey is better than sacrifice." ഇവിടെ ദൈവം പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ സാക്രിഫൈസിനെ ചെയ്യുന്നതിനേക്കാളും ദൈവത്തിന് കൂടുതൽ ഇഷ്ടം നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ വിശ്വസ്തയോടെ നമ്മൾ അനുസരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, "The Lord delights more in obeying the Lord than burnt offerings and sacrifices." നമ്മൾ ഇപ്പം ഈ ദൈവത്തിലേക്ക് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുമ്പോൾ ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തരും. നമുക്ക് നമ്മൾ ആദ്യം നമ്മുടെ വായിച്ച ആ എക്സാമ്പിളോട് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ബാക്കിയുള്ള കൽപ്പനകളും 10 കൽപ്പനകളും ബാക്കി എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം നമുക്കൊരു വലിയൊരു റിവാർഡ് തരുന്നുണ്ട്. നമുക്ക് ദൈവത്തിനുള്ള സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ വിശ്വസ്തയോടെ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പം നമുക്ക് ആ ലക്ഷ്യത്തിലെടുക്കാൻ വേണ്ടി നമ്മൾ അനുസരണയെ കുറച്ച് നമുക്ക് മുന്നേറാം. ഈ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കാര്യം ജീവിച്ചു പോകാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ജോഷിന്റെ മെസ്സേജിൽ നിന്ന് ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമാണിത്. അടുത്തതായിട്ട് സോണിയന്റെ ഒരു മെസ്സേജാണ്. വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഞാൻ കുറച്ചുകൂടെ ആൾക്കാർ കാണും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്നവർ കാണുമ്പോഴൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് എത്രത്തോളം മനസ്സിലാകും അതിനെ പറ്റി എനിക്കറിയില്ല. എങ്കിലും നമുക്ക് അല്പസമയം
സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിലെ ആദ്യത്തെ ആ ഒരു പദവി പ്രകാരമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഉപ്പാണ്, നമ്മളെല്ലാവരും ഉപ്പാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? പറഞ്ഞിരിക്കുന്ന ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുരുഷാരത്തെ കണ്ടാറായി യേശുക്രിസ്തു മലയിൽ കയറി നിന്ന് പ്രസംഗിച്ചു എന്ന് പറയുന്നൊരു ഭാഗമാണിത്. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്വമുള്ള ഒരു പ്രസംഗം, ഏറ്റവും വിലയേറിയ ഒരു പ്രസംഗമായിട്ടാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ലോകത്ത് അനേകം പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രസംഗം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസംഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിൻ ലൂതർ നടത്തിയ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. അതൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ പല പ്രസംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും, പലരുടെയും പ്രസംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇവരൊക്കെ പ്രസംഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള ഒരു ജനവിഭാഗത്തെയോ പ്രതിനിധീകരിച്ച് മാത്രമായിരിക്കും. എന്നാൽ ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരു കൈക്കുള്ളിൽ വഹിച്ചുകൊണ്ടിട്ട് ഉള്ള ഒരു പ്രസംഗമായിട്ടാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന ഒക്കെ എഴുതുന്ന സമയത്തൊക്കെ ഇതൊക്കെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മഹത്തായിട്ടുള്ള അനേകം വ്യക്തികളെ ഇൻസ്പയർ ചെയ്തതായിട്ട് നമുക്കറിയാം. മഹാത്മാഗാന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ പ്രസംഗത്തെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാം. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രസംഗത്തിനിടയിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. അപ്പൊ ഈ ഒരു വാക്യത്തിന്റെ വലിപ്പം, അതിന്റെ ഒരു വിലയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഈ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു അതിൽ കൂടി നമ്മളെ പറ്റി എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്, നമ്മളെ പറ്റി എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ അനേക ഇടത്ത് ഈ ഉപ്പിനെ പറ്റി പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ പലയിടത്തും പല നിലവാരത്തിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പുറപ്പാട് ദിവസം 30-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ സമാഗമനം കൂടാനുള്ള പണികളെ പറ്റിയും അതിലുള്ള അവസ്ഥകളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ 35-ാം വാക്യത്തിലോട്ട് വരുന്നുണ്ട്, മോശയോട് പറയുകയാണ്, നീ ഒരു രൂപം ഉണ്ടാക്കണം, അതിനകത്ത് ചേർത്തുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കണമെന്ന് പറയും. അപ്പം സമാഗമന കൂടാരത്തില് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഒരു സുഗന്ധം പരത്തുന്ന നിലവാരത്തിലേക്ക് നമ്മൾ അതിനടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഇതുപോലൊരു രൂപവർഗം ആരും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്രയും നല്ല ഒരു കാര്യം, അതായത് അത്രയും സുഗന്ധം പരത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രൂപവർഗത്തിൽ ചേർക്കപ്പെടുന്ന ഒരു ചെറിയ സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഉപ്പെന്ന് പറയുന്നത്. ഈ രൂപവർഗം എന്ന് പറഞ്ഞാൽ അല്പം നീളുന്ന അവസ്ഥയാണ് അല്ലെ, തീയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥകളൊക്കെയാണ്. പക്ഷെ അതിന്റെ ആ ഒരു അത് അങ്ങനെ എരിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ അല്ലെ ഒരു നല്ല ഒരു സുഗന്ധമാണ് അവിടെ പരത്തുന്നത് അല്ലെ. അപ്പൊ കൂടാരത്തിന്റെ അകത്ത് സുഗന്ധം പരത്തുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഉപ്പിന് അങ്ങനെ ഒരു റോളുണ്ട്. അപ്പൊ ഈ നമ്മുടെ കൂടാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥന ഭവനങ്ങൾ, അതുപോലെ നമ്മുടെ ആലയത്തിലൊക്കെ നമ്മൾ എന്തായിരിക്കണം? നല്ല സുഗന്ധം പരത്തുന്നവരായിരിക്കും. സുഗന്ധം പരത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്തോത്രത്തിന്റെ ഒരു ഇതുകൊണ്ട്. അപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആരാധന സമയത്ത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പാട്ട് പാടുന്ന സമയത്തുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്നില്ല, കൈകൊട്ടുന്നില്ല, വർത്തമാനം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാരാണ്? നിങ്ങൾ സുഗന്ധം പരത്തുന്നതാണോ? അല്ല. പകരം നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഈ ആലയത്തിനകത്ത് എന്തായിരിക്കണം? നമ്മൾ സുഗന്ധം പരത്തുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വീട്ടിൽ എന്തായിരിക്കണം? നമ്മൾ സന്തോഷം പരത്തുന്നവരായിരിക്കണം, നല്ല വ്യക്തിത്വങ്ങളായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ആ ഒരു വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 2 രാജാക്കന്മാർ 2-ാം അധ്യായം വായിക്കുമ്പോൾ എലീശ പ്രവാചകൻ എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്നിട്ട് പറയുകയാണ്, ആ സ്ഥലം നല്ല സ്ഥലമാണ്. ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ആ സ്ഥലം നല്ല സ്ഥലമാണ് അല്ലേ, നല്ല സ്ഥലമാണ്. പക്ഷെ അവരുടെ വെള്ളം കുടിച്ചിട്ട് എന്താണ്, ഇവിടുത്തെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പം ആ സ്ഥലം നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ലതാണ്, വസിക്കാനും പാർപ്പാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വലിയ ജനനങ്ങൾ സംഭവിക്കുന്നില്ല.
മദ്യമായി തീരുകയും അവരുടെ പ്രശ്നം തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ദേശത്തിന്റെ പ്രശ്നത്തിനകത്ത് കരങ്ങളെടുത്ത് ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് എന്നുള്ളതാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ പപ്പന്മാരുടെയൊക്കെ കാലത്ത് ഈ നാട്ടിൽ പല അത്ഭുതങ്ങൾ നമ്മളെ പോലുള്ള വ്യക്തികളെ കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളിത് നമ്മളിലേക്ക് മാത്രമായിട്ട് ഒന്നിനും ഫോക്കസ് ചെയ്ത് ഒക്കെ ആയിരിക്കുന്നത്. നമ്മുടെ അയൽവരുടെ വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് അവരുടെ പ്രശ്നമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അല്ലെങ്കിൽ ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ അവർ അടുത്ത് പോയി അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാനൊക്കെ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ദേശത്തിന്റെ പ്രശ്നങ്ങളും നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വാക്യത്തിൽ കൂടെ കാണുന്നത്. ആദ്യമായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ കൂടാരങ്ങളിൽ സുഗന്ധം വരുത്തുന്ന വ്യക്തികളായിരിക്കണം. രണ്ടാമതായി നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ദേശത്തിന്റെ പ്രശ്നങ്ങളിൽ കരങ്ങളിലൊക്കെ വഹിക്കപ്പെടുന്ന ആളുകളായിരിക്കണം. പിന്നെ കാണുന്നത് എസ്കേൽ പ്രവചനം 16-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോഴാണ് ആ കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. 14-ാം എസ്കേൽ പ്രവചനം 16-4 വായിക്കുന്നത്. അപ്പം ഒരു പുതിയ ജനനത്തിന്റെ പുതുജനനം നടക്കുന്ന സമയത്തും എന്തിന് അത്യാവശ്യമുണ്ട്? ഉപ്പിന്റെ ഒരു അത്യാവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മീയമായിട്ട് ഒരു പുതുജനനം നടത്തണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? ഉപ്പിന്റെ അത്യാവശ്യമുണ്ട്. പുതുജനനം നടക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഉപ്പെന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. പുതിയ ജീവിതങ്ങൾ, പുതുജീവിതങ്ങൾ ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ദൈവസന്നിധിയിൽ പുതുജനം പ്രാപിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഒരു ആവശ്യകതയുണ്ട്. നമ്മളെ കാണുന്നവരെ യേശുവിനെ കാണണം. നമ്മളോട് സംസാരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവത്തെ ഞങ്ങൾ കൂടി പരിചയപ്പെടുത്തി തരുമോ? ഞങ്ങൾ ഈ ദൈവത്തെ ഒന്ന് ദൈവത്തോടൊന്ന് അടുത്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുവാൻ ഇടവരുന്ന രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ പ്രവർത്തികളും നമ്മുടെയൊക്കെ ജീവിതവും. അല്ലെങ്കിൽ ഒരാൾ പെന്തക്കോസ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മളെ നോക്കിയിട്ട് പറയാണ്, ആ പെന്തക്കോസ്റ്റുകാരൻ ജീവിക്കുന്നത് അങ്ങനെയാണല്ലോ, പിന്നെ ഞങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മളോട് ചോദിക്കുന്നത് ഉപരിയായിട്ട് അവൻ എത്ര ദൈവത്തോടടുത്താണ് ജീവിക്കുന്നത്, എത്ര നല്ല ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തെ എനിക്കും വേണമെന്ന് പറയത്തക്ക നിലകളിൽ ഒരു നിലവാരത്തിലൊരു ജീവിതം നമുക്കും ഉണ്ടാകണം. അപ്പൊ അങ്ങനെ പൊതുജീവിതങ്ങളെ നേടുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒരു പുതിയ ജനനത്തിന് ഉപ്പ് വേണമെന്നുള്ളത്. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ വായിക്കുന്നത് 34-35 വായിക്കുന്നത് ഇവിടെ ഉപ്പിനെ പറ്റി പറഞ്ഞിട്ട് പറയണം. ഉപ്പ് നല്ലതല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മണത്തിന് പോലും കുളത്തിലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉപ്പെന്ന് പറയുന്ന സാധനം എന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്? വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ വളം എന്താണ് ചെയ്യുന്നത്? ഈ വളത്തിന്റെ ജോലി എന്താണ്? വളം എന്താണ് ചെയ്യുന്നത്? വളമിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ചെടികൾ നന്നായിട്ട് വളരും അല്ലേ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഞാനും നീയും അല്ലെങ്കിൽ നമ്മളും നിങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യാൻ നമ്മളെക്കുള്ള സാധിക്കാറുണ്ടോ? ഒരാൾ ഒരു കുഞ്ഞെഴുന്നേറ്റ് പ്രസംഗം ചെയ്തിട്ട് വരുമ്പോൾ മോനെ നല്ലതായിരുന്നു എന്നെങ്കിലും പറയാൻ സാധിക്കാറുണ്ടോ? എങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു വാക്കെങ്കിലും പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ കുഞ്ഞത്രയും ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനം തോന്നാറുണ്ടോ? മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു? അപ്പോഴാണ് നമ്മൾ എന്താണ് ആത്മീയമായ കാഴ്ചപ്പാടിൽ നമുക്ക് വളമായി തീരുകയുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ കൂടാരത്തിനകത്ത് സുഗന്ധം പരത്തുന്നവരായിരിക്കണം. രണ്ടാമത് നമ്മൾ എന്താണ് പറഞ്ഞത്? പൊതുജനം, അതായത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളുടെ മേൽ നമുക്കൊരു ഇതുണ്ട്. നാട്ടിലുള്ള പ്രശ്നങ്ങളെ മാറ്റുവാൻ വേണ്ടി ഇടിവ് നിൽക്കുവാൻ സാധിക്കണം. മൂന്നുമായിട്ട് പൊതുജനത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് അവിടെ ഒരു പങ്കുണ്ട്. നാലാമതായിട്ട് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് നമ്മുടെ ഒരു പങ്കുണ്ട്. അടുത്തത് യോബ് 6:6 വായിക്കാമോ? ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. ആർക്കെങ്കിലും ഇഷ്ടമാണ്? മുട്ടയൊക്കെ കഴിക്കുമ്പോൾ മുട്ടയുടെ വെള്ളം കഴിക്കുന്നുണ്ട്, അങ്ങനെ കഴിക്കാൻ
നിങ്ങൾ ലോകത്തിൻ്റെ ഈ ഉപ്പ് കാരമില്ലാതെ പോയി കഴിഞ്ഞാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താൻ പറ്റും. ഈ നമുക്ക് മധുരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മധുരത്തെ ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ? മധുരമുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. പുളിയുള്ള സാധനങ്ങളാണെങ്കിൽ ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ വേറെ ടേസ്റ്റാണ്. പക്ഷെ ഉപ്പിന് പകരമായിട്ട് നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഉപ്പിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് വേറെ എന്തുകൊണ്ട് വരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ഉപ്പിന് കാരമില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടിക്കളയേ ഉള്ളൂ രക്ഷ. അപ്പം നമ്മളിൽ ഈ പറയുന്ന ഗുണങ്ങളില്ല എങ്കിൽ എന്താണ് നമ്മൾ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവിക ആത്മീയ കാഴ്ചപ്പാടിൽ നമുക്ക് യാതൊരു റോളുമില്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വന്നിരിക്കുന്നു, നമ്മൾ വെറുതെ എഴുന്നേറ്റ് പോകുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് യാതൊന്നും സാധിക്കുവാനില്ല. അതുകൊണ്ട് പഴക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും നോക്കി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പം ഉപ്പെന്ന് പറയുന്ന കാര്യത്തിന് ഇനിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കുറഞ്ഞ പക്ഷം ഈ പറയുന്ന ഗുണങ്ങളെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുത്തുവാൻ സാധിക്കും എന്ന് പറയുന്നു. എന്തും സംഭവിക്കും. പക്ഷെ നമ്മൾ അനുസരണക്കേട് കാണിക്കാറുണ്ടല്ലേ? എല്ലാവരും എപ്പോഴും 100% നമുക്ക് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ ചെറിയ ചെറിയ തെറ്റുകളും ചെറിയ ചെറിയ അനുസരണക്കേടുകളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും ദൈവം നമ്മളെ ശിക്ഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്? പക്ഷെ നമുക്കൊരു പേടിയുണ്ടല്ലേ, അനുസരണക്കേട് കാണിച്ചാൽ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയും എന്നൊരു പേടി എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ചിലർക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ബാംഗ്ലൂരിലെ ചർച്ചിൽ പോയപ്പോൾ അവിടെ ഒരു വാക്യം ഒരു ദിവസം വായിച്ചു. അപ്പോൾ ആ വാക്യം ഇങ്ങനെയായിരുന്നു. റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മാത്യു 18:22 ആകും. ജസ്റ്റ് എൻ്റെ ബൈബിളില്ല, ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേഴ്സ് കിട്ടിയതാണ്. അതായത് 70 വട്ടം ക്ഷമിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇപ്പം നമ്മളുടെ അടുത്ത് നമ്മളുടെ ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് എത്ര തവണ ക്ഷമിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോ തവണ അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവമാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മളോട് ഇപ്പം എനിക്കിപ്പോൾ ഒരു 28 വയസ്സുണ്ട്. ഇതിൻ്റെ ഇത്രയും വർഷത്തിൽ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഡാഡി ഒരുപാട് തവണ ക്ഷമിച്ചിട്ടുണ്ടാവും. ഞാൻ ദൈവത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദൈവവും എന്നോട് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടാവും. ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെല്ലാം അതൊരിക്കലും ഒരു ഗ്രഡ്ജായിട്ട് ദൈവം വെച്ച് ഒരു പ്രതികാരമായിട്ട് ദൈവമോ നമ്മുടെ പേരൻസോ ഒന്നും നമ്മളോട് ചെയ്യത്തില്ല. ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, 7 അല്ല 70 വട്ടം നമ്മൾ ക്ഷമിക്കണം. അതുപോലെ ആയിരിക്കണം നമ്മളും
എല്ലാവരോടും. ദൈവത്തിനത് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? അപ്പം നമ്മളോട് ഒരു അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ഫോർഗീവ് ചെയ്യണം, അതായത് അവരോട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാതെ തിരിച്ചു പോയി ഞാനും അതുപോലെ തന്നെ ചെയ്യും, അവൻ അങ്ങനെ ചെയ്തു എന്നാൽ പിന്നെ തിരിച്ച് രണ്ടടിയും കൂടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പോയി അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ അടുത്ത് ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റെന്നുള്ള ബോധം അവർക്കുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലൊരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. ഇത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. വേറൊരു വാക്യം കൂടെ ബൈബിളിലുണ്ട്. For if you forgive other people when they sin against you, your heavenly Father will also forgive you. നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മനുഷ്യനോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും ദൈവവും നമ്മളോട്. സോ നമ്മൾ ചെയ്യുന്ന എന്താണോ ആ പ്രവൃത്തിക്ക് തക്കതായ ഒരു ഫലം ഉണ്ടാകും. അത് ഫലം എന്നല്ല, നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ ദൈവം നമ്മളോട് ക്ഷമിക്കും. സോ അതുകൊണ്ടാണ് ഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയുക ഒരു വാല്യൂ ഉണ്ട്. നമ്മളെങ്ങനെയാണോ മറ്റുള്ളവരോട് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷത്തിൽ എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്ത് തിരിച്ചടി കിട്ടുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനൊക്കെയും നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് തിരിച്ച് പ്രതിഫലിക്കും. അത് ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം ചെയ്യുന്നത് വേറൊരാൾക്ക് ദ്രോഹമായി തീരുവാനൊന്നും ഇടയാവാതെ നന്മയ്ക്കായിട്ട് വരുന്നത് പോലെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ എൻ്റെ ഡാഡീൻ്റെ അടുത്ത് വഴക്കിട്ടു, നന്നായിട്ട് വഴക്കിട്ടെന്ന് വിചാരിച്ചു, ഞാൻ നല്ല അനുസരണക്കേട് കാണിച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ എനിക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ ഇത് തന്നെയായിരിക്കും തിരിച്ച് എനിക്കും കിട്ടുന്നത്. അതല്ലേ ഞാൻ എൻ്റെ അമ്മയെ കരയിപ്പിച്ചെന്ന് വിചാരിച്ചോ, ഞാൻ അമ്മയ്ക്കൊരു വിഷമം കൊടുത്തു. എനിക്ക് എപ്പോഴും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നതിന് ഒരു പ്രതിഫലം ചിലപ്പം അതിൻ്റെ രണ്ടരട്ടിയായിട്ട് എനിക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്നതിനൊക്കെയും എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും അതിൻ്റേതായ ഒരു റിയാക്ഷൻ ഉണ്ടാവും. സോ നമ്മളെപ്പോഴും ഫോർഗീവ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇഫ് യു ഫോർഗീവ്, നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കും. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവർ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. സോ ഈ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഒരു പാട്ട് പാടാം. ഞാനിപ്പോൾ ഏത് പാട്ടെടുത്താലും ഞാൻ ഫുള്ളായിട്ട് കുളമാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സമയം മൊത്തം. അതുകൊണ്ട് ഞാൻ പുതിയ പാട്ടൊന്നും പാടുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. ഞാൻ ചെറുപ്പത്തിലല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഇതിൻ്റെ 2-3 വരികളൊക്കെ പാടുമ്പം ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അതായത് ഇപ്പോഴും ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കുറച്ചാണ്. ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രായമായിരുന്നു അല്ലെ ഇത്രയും വയസ്സായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ഇപ്പോഴും ഒരു ശിശു തന്നെയാണ്. ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശൈശവ പ്രായ വീഴ്ചകളൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പം നമുക്ക് ഒരു പാട്ട് പാടാം, ഒരുമിച്ച് പാടാം. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കണേ നാഥാ, നിറയ്ക്കായ
ഒത്തിരി മെസ്സേജ് കേട്ടോണ്ട് ഞാൻ ചെറിയൊരു നമ്മുടെ ഒത്തിരി ദൂരെ പോകാതെ ഞാനിപ്പോൾ പാടിയ
നമ്മുടെ വചനത്തിലൊക്കെയും ഉടനീളം പറയുന്നത് എൻ്റെ ദൈവം വാഴുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം വാഴുന്നു എന്ന് വെച്ചാൽ ദൈവം വാഴുന്നത് ഒരു രാജാക്കന്മാർ വാഴുന്നത് ഒരു രാജാവിനെ കുറിച്ച് നമ്മളിപ്പോൾ വാഴുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു രാജാവിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. നമ്മൾ വാഴുന്നെന്ന് പറയുന്നത്. അപ്പോൾ അതെ, നമ്മുടെ കർത്താവാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, മഹത്വത്തിൽ വസിക്കുന്നവനാണ്, സ്വർഗാതി സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയുന്നത്. അവൻ സകലത്തിനും മീതെ വാഴുന്ന ദൈവം. അപ്പോൾ കർത്താവ് എന്തിനൊക്കെ നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ എന്ത് സംസാരിച്ചാലും ദൈവം നമ്മുടെ യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ദൈവം പറഞ്ഞ വാക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബുക്കൊന്നും ഈ ബൈബിളൊന്നും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു കൺസൈസ്ഡ് ഫോമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒത്തിരി എഴുതി 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 നമുക്ക് ഈ ലോകത്തിലെ ബുക്ക് തികയാതെ വരുന്നുള്ളപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ ഈ ദൈവം വാഴുന്നതിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഞാനിപ്പം വന്ന് പറയുന്നത് നമ്മളൊരു വലിയ മലയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ കുറച്ച് സമയത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് കർത്താവ് എന്തിൻ്റെ മേലെ വാഴുന്നു? സങ്കീർത്തനങ്ങൾ 103:19 ഇപ്രകാരം പറയുന്നു: യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പോൾ സകലത്തെയും ഭരിക്കുന്ന, രാജ്യത്വങ്ങളുടെ മീതെ അല്ലെങ്കിൽ സകലത്തെയും ഭരിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. എല്ലാത്തിനും മീതെ രാജാവായിരിക്കുന്ന ഒരു ദൈവം. അപ്പം സകലത്തിനും മീതെ ആദ്യമേ കർത്താവ് രാജാവാണ്. രണ്ടാമതായിട്ട് അവൻ എന്തിൻ്റെ മേൽ വാഴുന്നു? ദാനിയേൽ 4:35 പെട്ടെന്ന് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്ക് വായിക്കാം കേട്ടോ. ദാനിയേൽ 4:35 ഇപ്രകാരം പറയുന്നു: അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. അപ്പൊ കർത്താവ് എല്ലാ ജാതികളുടെ മീതെയും വാഴുന്ന ദൈവമാണ്. മൂന്നാമതായിട്ട് റോമർ 8:28 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. റോമർ 8:28 എന്തോ പറയുന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ പെട്ടെന്ന്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അപ്പൊ സകലത്തിനും ഇത് വാഴുന്നൊരു ദൈവമാണ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കർത്താവ് എല്ലാത്തിനും ഇത് വാഴുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും ശരി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. നിങ്ങളെ സഹായിക്കും. ഒരു നല്ല പാട്ട് വായിക്കുന്ന സകലത്തിനും മീതെ വാഴുന്ന ഒരു ദൈവത്തിനെ കുറിച്ച് ഒരു നല്ല മെസ്സേജും കേൾപ്പിച്ച് തന്ന സയമച്ചി ദൈവം മനോഹരമായി ബലപ്പെടുത്തിനെ നമുക്ക് സ്വന്തം ചെയ്യാം. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്നവരോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഏറ്റവരോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേക ജോബൻസിനോട് നന്ദി അറിയിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കുന്നതിന് ജോബൻസിനോട് നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ജോബൻസിനെ ക്ഷണിക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചുറ്റുവട്ടത്തെ കസേരയൊക്കെ ഫില്ലായി ആയോ ഇല്ലയോ? ആയി. ഇതാ ഈ ഒരു മീറ്റിങ്ങിന്റെ പ്രത്യേകത കേട്ടോ. തുടങ്ങുമ്പോൾ 4, 5, 8, 10 പേരെ കാണത്തുള്ളൂ. തീരാറായാലും ഒരു 10-30 പേര് കാണും. അന്നേരം നമ്മൾ അടിപൊളിയായിട്ട് അടുത്ത മാസം ഇനി റെഗുലർ ആകാട്ടോ. ഇതിടയ്ക്കൊരു 3 മാസത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലെ പിള്ളേരുടെ എക്സാം, അത് കഴിഞ്ഞ് പുതിയ ദേവദാസൻ കടന്നു വരേണ്ട ആ ഒരു പ്രോസസ്സ്, അതുമായിട്ട് എല്ലാമായിട്ടുള്ള ഒരു ലാഗായിരുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാംസ് റെഗുലർ ആയിരിക്കും. ഓക്കെ. അന്നേരം നമുക്ക് ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൽ നടന്ന സംഭവങ്ങൾ ആർക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും തെറ്റാതെ? ആരെങ്കിലും ട്രൈ ചെയ്തോ? റോണ, ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് ട്രൈ ചെയ്താലോ? ഇല്ല. ഗ്രേസ് ചേച്ചിക്ക് ഒരു ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഗ്രേസ് ചേച്ചി ഒന്ന് ട്രൈ ചെയ്തേ. ആദ്യത്തെ പ്രോഗ്രാം ആ ഒരു ഓർഡറിൽ പറയാൻ പറ്റും. ആദ്യം പാട്ട് പാടി പിന്നെ ജോവാഷിനെ ക്ഷണിച്ചു. ജോവാഷ് പ്രസംഗിച്ച വിഷയം എന്തായിരുന്നു?
അനുസരണ. അതിന് ഇവിടെ കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടല്ലോ, അനുസരണയെ പറ്റി കേട്ടല്ലോ. ഇന്ന് അനുസരണക്കേട് കാണിച്ച എത്ര പേരുണ്ട്? കൈമുഖിക്ക് ആരുമില്ല. ഓക്കെ, അന്നേരം അനുസരണ എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റിയാണ് ജോഷ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ബെൻസിലേക്ക് കൊടുത്തു ഫോൺ മൈക്ക്. അന്നേരം സോണിച്ചാൻ പ്രസംഗിച്ചു. വിഷയം എന്തായിരുന്നു? ഓക്കെ, അതിൽ എന്തോ മനസ്സിലായി? ഓക്കെ, ഓക്കെ. പ്രിൻസേച്ചി കേട്ട പോയിന്റ് പറഞ്ഞു. മൈക്ക് പ്രിൻസേച്ചിന് കൊടുത്തത് ഉപ്പ സുഗന്ധം പരത്തുന്നതാന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്? എന്താ പറഞ്ഞേ? മൈക്ക് വിളിച്ചു. ഓക്കെ, പിന്നെ ഓക്കെ ഉപയോഗിക്കും. ഓക്കെ, അന്നേരം അത് കഴിഞ്ഞിട്ട് എന്തുവായിരുന്നു? അത് കഴിഞ്ഞിട്ട് സോണിച്ചാന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് എന്തുവായിരുന്നു? അൽവീനയുടെ പാട്ടും ബാക്കിലോട്ട് കൊടുത്തു. ഓക്കെ, അന്നേരം ബാക്കി അറിയാമല്ലോ എന്താന്നുള്ളത്. അങ്ങോട്ട് കൊടുക്കട്ടെ, ഞാൻ പറയാം. അൽവീനയുടെ പാട്ടുണ്ടായിരുന്നു. പാട്ടിന് മുമ്പ് ഒരു 5-6 മിനിറ്റ് സംസാരിച്ചു. എന്തായിരുന്നു വിഷയം സംസാരിച്ചത്? മൈക്ക് ചേർത്ത് പിടിച്ച്. അൽവീന സംസാരിച്ച് തുടങ്ങിയത് ജോഷിന്റെ പ്രസംഗം ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു. അനുസരണയെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞു? ഇല്ല, റീതിലേക്ക് കൊടുക്കും. മൈക്ക് കൈമാറി. ആ, ക്ഷമിക്കണം. ഓക്കെ, ക്ഷമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മെച്ചം എന്തുവാണ്? അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് ദൈവം കരുതുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് സയോണയുടെ ഓക്കെ. പാസ്മാൻഡ് കേട്ടായിരുന്നോ പ്രസംഗം? പാസ്മാൻഡിലോട്ട് വേണ്ടി ഞാൻ കേട്ടില്ലായിരുന്നു. അല്ലെ, അതുകൊണ്ടാണ് ഞാൻ പാസ്മാൻഡ് എടുത്തു. ഞാൻ അന്നേരം ഫോൺ വന്ന് വെളിയിലായിരുന്നു. സയോണ എന്താ സംസാരിച്ചത്? ഓക്കെ, അതിനകത്ത് 2 പോയിന്റ് പറയാം പ്രസംഗത്തിൽ. ഓക്കെ, എനിക്ക് 2 പോയിന്റ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ആന്റി ആ പോയിന്റ് ആലോചിക്കട്ടെ. അന്നേരം ഇന്നത്തെ 4 മെസ്സേജ്, 2 മെയിൻ മെസ്സേജ്, പിന്നെ 2 പേര് പാട്ടിനോട് കൂട്ടിച്ചേർത്ത്. ഓക്കെ, അത് കൺക്ലൂഡ് ചെയ്യാം. അതിനു മുമ്പ് ഇതൊന്ന് റീകളക്ട് ചെയ്തിട്ട് ചാക്കോച്ചിയുടെ പ്രസംഗം എന്തായിരുന്നു? അനുസരണം. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ എന്താന്നുള്ളത്. രണ്ടാമത്തെ പ്രസംഗം എന്തായിരുന്നു? ഭൂമിയുടെ ഉപ്പാകുന്നു. അതിനെ പറ്റിയാണ് രാജവംശാൻ ഇപ്പോൾ ഡൗട്ട് ചോദിച്ചത്. ആ, മൈക്ക് സോണിച്ചാൻഡിലോട്ടൊന്ന് കൊടുത്തേ. സോണിച്ച ആ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. പുറപ്പാട് ദിവസം 30-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം മോശയോട് 30-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം രൂപവർമ്മം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ചേർക്കുന്നൊരു വസ്തുവായിട്ട് ഉപ്പിനെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളും സുഗന്ധം വരുത്തുന്നതിന് പാർട്ടാകണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അൽവീന സംസാരിച്ചു. രാജവഞ്ച ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, അൽവീന സംസാരിച്ചത് നമ്മൾ ക്ഷമിക്കുവാണെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസിൽ നമ്മളും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളും ദൈവം ക്ഷമിച്ചു തരും. സയോണ സംസാരിച്ച പോയിന്റ് എന്തായിരുന്നു മോളെ? ഓക്കെ, 3 സിറ്റുവേഷൻസിലും അൾട്ടിമേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്.
ഇങ്ങനെ 4 മെസ്സേജ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ അക്ഷയ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാളെ ഒരു പരിപാടി, എന്ത് പരിപാടി ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വരണമെന്ന്. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് കൊച്ചിന് ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന പരിപാടികളാണ്, അത് പരിപാടി ചെയ്യാൻ വേറെ ആളുണ്ട്, അക്ഷയ ഇത് ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞു. ഏറ്റവും മനോഹരമായിട്ട് അക്ഷയ അത് ആങ്കർ ചെയ്തു. നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഇത് പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അതറിയാം. പാസ്റ്ററിനൊന്നും മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. സൺഡേ സ്കൂള് വൈകി അല്ലെങ്കിൽ നമുക്ക് പൊതുവിൽ സഭായോഗത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ അത് ഒരു പെർഫെക്ഷനിൽ ഡെലിവറി ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഈ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു പെർഫെക്ഷൻ അല്ല. ഇപ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അക്ഷയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു അധ്യക്ഷന്റെ ഒരു റോളിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ പ്രസംഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പ്രാർത്ഥിച്ചു. ഇവർക്കൊരു ട്രെയിനിങ് സെഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂത്ത് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റേ അല്ല. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ, എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവർ ചെയ്യേണ്ട ആ ഒരു ഫ്രീഡം കൊടുത്തുള്ള ഒരു മീറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സയോണ ഏത് കഴിവതും എല്ലാ യൂത്ത് മീറ്റിങ്ങിനും വരുന്നുണ്ട്. യൂത്ത് മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് സയോണ എടുക്കാതെ നമ്മുടെ ഒരു യൂത്ത് മീറ്റിംഗ് അവസാനിക്കാറില്ല. ഏറ്റവും നന്നായിട്ട് ആ മെസ്സേജ് പറയുവാനും പാട്ട് പാടാനും പൈതലിനെ ബലപ്പെടുത്തിയല്ലോ. ഇനിയും ശക്തമായിട്ട് മോളെ കുഞ്ഞിനെ പറ്റിയാ പറയുന്നത്, ഇനി ശക്തമായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. ഇങ്ങനത്തെ റിസോണ ഉണ്ട്. റിസോണയ്ക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ചാൻസ് തരുന്നതായിരിക്കും. റെഡി ആയിട്ട് വരണം. അൽവീന അൺഎക്സ്പെക്റ്റഡ് ആണ് ഇന്നത്തെ യൂത്ത് മീറ്റിംഗിൽ. അൽവീന കടന്നു വന്നു, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് തന്നു. അൽവീനയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ചാക്കോച്ചി സത്യം പറഞ്ഞാൽ നാളത്തെ വൈബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രസംഗമാണ്. ഇങ്ങോട്ട് വന്ന് ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസംഗിക്കേണ്ടി വരും, ഒന്ന് പ്രസംഗിക്കണം. പുള്ളിക്കാരൻ ആദ്യം അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു. പക്ഷെ നന്നായിട്ട് ചാക്കോച്ചി പ്രസംഗിച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം. സോണിച്ചാൻ വളരെ ഏറെ പ്രതീക്ഷയോടെ കുറച്ചുകൂടെ ക്രൗഡൊക്കെ പ്രതീക്ഷിച്ചാണ് ആ സഹോദരൻ കടന്നു വന്നത്. അതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിനെക്കാളും ക്രൗഡ് കൂടിയില്ലേ. സോണിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് സോണിച്ചാൻ്റെ ഓരോ മെസ്സേജും കേൾക്കുന്നത്. കാര്യം ഈ സോണിച്ചാൻ്റെ ഈ ഒരു ഫേസ് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിച്ച് ഇവിടെ ബഹളം വെച്ച് നടക്കുന്ന ആ ഒരു ഫേസാണ് ഞാൻ കണ്ടേക്കുന്നത്. സോണിച്ചാൻ്റെ ഈ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഫേസ് അല്ലെങ്കിൽ ദൈവോചനമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ ഒരു ഫേസ് ഞാനും ഇപ്പോൾ ഈ 1-2 മാസങ്ങളായിട്ട് ഞാനും കാണുന്നതാണ്. അതെനിക്കും ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. തുടർന്നും ദൈവനാമത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. പുറകിൽ നമ്മുടെ പ്രസാദാനുണ്ട്, ജസ്റ്റിനുണ്ട്, നോബിളുണ്ട്. ഇവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. പ്രിയ സോജൻ ഭാസ്കർ മുന്നോട്ട് കാണുക. സോജൻ ഭാസ്കർ മുന്നോട്ട് കാണുക. നമ്മുടെ യൂത്ത് മീറ്റിംഗിലെ ആദ്യത്തെ യൂത്ത് മീറ്റിംഗ് ആണ് സോജൻ ഭാസ്കറിനെ സംബന്ധിച്ച്. പാസ്റ്റർ ഒരു 2 മിനിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു യൂത്ത് മീറ്റിംഗ്, അല്ലെങ്കിൽ പാസ്റ്ററിന്റെ ഇൻപുട്ട് എന്താണ്, അഭിപ്രായം എന്താണ്, ബാക്കി കറക്ഷൻസ് എന്തെങ്കിലും വേണോ, ആ വാക്കുകൾ നമുക്ക് പാസ്റ്ററിൽ നിന്ന് കേൾക്കാം. അതിനായിട്ട് മൈക്ക് പാസ്റ്ററിന് കൈമാറും. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. 31 വർഷമായി മിനിസ്ട്രിയിൽ ഇങ്ങനെ നിങ്ങളെ മുന്നോട്ട് വിളിച്ച് അവസരം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേക അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി ഫസ്റ്റ് അഭിനന്ദിക്കുന്നത് ഇവരെ തയ്യാറാക്കി കൊണ്ടുവന്ന പേരൻസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നുള്ളത് എന്ത് ലാഘവത്തോടെ അതിൻ്റെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. അതാണ് എൻ്റെ ഒരു ആശയം അല്ലേ. യഹോവ വാഴും ഉടന്ത തിയോളജി ക്ലാസ്സിൽ കിട്ടുന്ന പോലെ യഹോവ വാഴുന്നു. സന്തോഷിക്കും. നല്ല മെസ്സേജായിരുന്നു.
ബാക്കിയുള്ളവരൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞുങ്ങളെയല്ല, അവർക്ക് കഴിവുണ്ട്, അത് വാസ്തവമാണ്. പക്ഷെ ആ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം കൊടുത്ത പേരൻസിനെ സമയത്ത് കൊണ്ടുകൊണ്ട് അവരെ പ്രത്യേകം അനുമോദിക്കുന്നു. നമ്മുടെ ലോകത്തിലല്ല, അവരുടെ കഴിവുകൾ വളരെ വൈവിധ്യങ്ങൾ ഉൾപ്പെട്ട കഴിവുകളാണ്. ആ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവിടേക്ക് ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പുറകിൽ നിന്ന്, ഞാനൊക്കെ പുറകിൽ നിന്ന് ആശ്ചര്യത്തോടെ നോക്കി ദൈവം ഇവരെ അനുമോദിച്ചും അതിനെ കൊണ്ട് ഇവരെ ദൈവകാര്യങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു വരുന്ന ആളുകളിൽ ഇവർ നമുക്ക് അഭിമാന വിഷയമായി തീരും. അതിനായി അവസരം ഒരുക്കിയ യൂത്തിൻ്റെ നമ്മുടെ ഇവർക്കൊക്കെ അനുമോദനം. ചില പ്രസംഗം നല്ലതാവാൻ സാധ്യതയെ കുറിച്ച് ഞാൻ കേട്ടില്ല. ഞാൻ വരുമ്പോൾ മോള് കവിതയായി എനിവേ വളരെ അനുമോദിക്കുന്നു. ആ കുറ്റബോധം ഒന്നുകൂടെ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇതുപോലെ അവസരങ്ങൾ കൊടുക്കണമായിരുന്നു, പക്ഷെ അത് തരാനുള്ള സാഹചര്യം ഇല്ലാതെ പോയി. ഒരുക്കിയില്ല എന്നായിരിക്കുമോ അങ്ങനെ സാഹചര്യം പാസ്റ്റായെന്ന് ഞാൻ പലയിടത്തും ഒരുക്കിയില്ല എന്നാകും എന്ന് ഞാൻ ധാരണപ്പെടുന്നു. എല്ലാവരെയും മഹാപരിശുദ്ധനും നീതിമാനും വാഴ്ത്തപ്പെടുമായ സ്തുതിക്കുന്ന പിതാവേ, ഈ ശനിയാഴ്ച വൈകുന്നേരം കർത്താവേ ഞങ്ങളുടെ പാതവത്തിലേക്ക് യൂത്ത് മീറ്റിംഗായി കടന്നൊരു ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാണ്. അനേകം പല ഭവനങ്ങളായ കുഞ്ഞുങ്ങൾ കർത്താവെ ഒരുമിച്ച് ഈ ആരാധനാലയത്തിൽ കൂടി ഒരു കർത്താവ് സഹായിച്ചല്ലോ. അവരുടെ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നു. അവരുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരുന്നു കഥാത. അത് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു കഥാ. അവരുടെ താലന്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവരുടെ കഴിവുകളെ ദിവസങ്ങളിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ സകല നന്മകൾക്കായി സ്തോത്രം ചെയ്തതാണ്. തുടർന്ന് നാളുകൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അത് ഭവനങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ, അത് പഠിക്കുന്ന സ്കൂളുകൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചാണ്. ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീരുവാൻ, മാതൃകളുടെ സഭയായി തീരുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട വേല ഈ ദേശത്ത് ഞങ്ങളെ സഹായിച്ചാണ്. അതിനുവേണ്ടി അവസരം കൊടുക്കുന്ന കർത്താവെ പ്രിയ ജോർജ് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഇന്നത്തെ പ്രോഗ്രാം കഥാവെ നടത്താൻ ദൈവം സഹായിച്ചില്ല കഥാവെ. അത് നടത്താൻ കഥാവെ അക്സയ കഥ പരിപാടിക്കായി സ്തോത്രം. ഓരോ പ്രസംഗങ്ങൾ കൊടുക്കാൻ പ്രിയ ജോഷിനെയും അൽവിനെയും കഥാവെ, അതുപോലെ സകല കഥ ക്രമീകരിച്ചതാണ്. അതുപോലെ കഥാവെ സോണിച്ചാൽ ദൈവം സഹായിച്ചവർക്കായി സ്തോത്രം. അനുഗ്രഹത്തോടെ നിങ്ങളെ പറഞ്ഞയച്ചാട്ട് പ്രാർത്ഥന ക്രമിക്കായി സ്തോത്രം. സകലം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക പിതാവ് ദൈവം കേട്ടു. കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവ് ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കും പരിശുദ്ധാത്മാവിൻ കാവൽ നാം ഏവരോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളോടും ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ, സംബന്ധിച്ച പ്രിയപ്പെട്ടവർ, അതിനായി സാഹചര്യം ഒരുക്കിയവർ, അതിനുശേഷം മാതാപിതാക്കൾ, യേശുക്രിസ്തുവിൻ മേഘപ്രത്യക്ഷത വരെ ഇടപെടാതെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.